കാഞ്ഞിരക്കാട് ചക്രക്കാട്ട് ഭഗവതി ക്ഷേത്രം നമ്മൾക്കറിയാം. ഇന്ന് ഏതാണ്ട് 4ാം ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം അല്പം വൈകിയാണ് തുടങ്ങിയത്. എന്നിരുന്നാലും ഇത്രയും നേരം എല്ലാ രീതിയിലുള്ള ആളുകളെയും, ചെറുകുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെയും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഇവിടെ കാണുകയുണ്ടായി. എല്ലാവർക്കും ഇത് അല്പം വൈകിപ്പോയോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഈ പ്രോഗ്രാമിന് എല്ലാ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ നിന്നുകൊണ്ട് ഒരു ഏകാംഗ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നമുക്ക് കേരളത്തിൽ കാണാൻ വളരെ കുറച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരു 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജയരാജ് വാര്യർ വന്നു. എന്നാൽ അങ്ങനെ പറയുകയല്ല, അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംഗീതത്തിലും മറ്റ് വാക്കുകൾ കൊണ്ടും ജനങ്ങളെ സന്തോഷിപ്പിക്കുവാനും ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ കാരുണ്യത്താൽ നല്ല രീതിയിലുള്ള ഒരു രീതിയിൽ കാഴ്ചവെക്കാനൊക്കെ സാധിച്ചു. അതിന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും ഇദ്ദേഹത്തിന് ഇതോടൊപ്പം ഒരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറേ, എനിക്ക് ഈ ഭാഗത്ത് ഏജന്റുമാർ പറയണം. അപ്പൊ ഇതിന് പ്രോഗ്രാമിൽ പറയാൻ കഴിയില്ല കേട്ടോ. എന്റെ നമ്പർ കലാഭവൻ ശശികൃഷ്ണൻ 9947704079. യൂട്യൂബിൽ അടിച്ചാലും കലാഭവൻ ശശികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ലഭിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി. ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെയാണ് വിളിച്ചത്. ആ സമയത്ത് നമുക്കറിയാലോ, പല ആളുകളും പ്രോഗ്രാമിന് വിളിക്കും. നമ്മളെ വിളിച്ചു, ശരിയെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മളെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു കലാകാരൻ തന്നെയാണ്, ഒരു ആവശ്യക്കാരനാണ്, നമുക്കും ആവശ്യമാണ് അദ്ദേഹത്തെ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾ ബുക്ക് ഒന്നും ചെയ്യണ്ട, ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ വാക്കില് നമ്മളെ ക്ഷേത്രത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനൊരു ചാൻസ് കിട്ടുന്ന അദ്ദേഹത്തോട് വാക്കാൽ പറഞ്ഞതാണ്. ആ വാക്കില് നമുക്ക് എന്റെ കുറച്ച് തിരക്ക് കാരണം ചില കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെ എല്ലാ രീതിയിലും അദ്ദേഹം നമ്മളെ ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തി നല്ല ഭംഗിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. അദ്ദേഹത്തിന് ഒരു മൊമെന്റോ നൽകിയുള്ള ആഗ്രഹിക്കുകയാണ്. ഇത് ആദരവല്ല, സത്യത്തില് ഡിസർവാണ്. അദ്ദേഹം അറിയിക്കുന്ന ഒരു പരിഗണനയാണ്. മാത്രമല്ല, നമ്മുടെ പെയ്ഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്രത്തേരം വൈകി പോയി എന്നുള്ളൊരു സ്വഭാവം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ദിവസത്തെ ഒരു വേദിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തിരി വൈകിയത്. എന്നാലും എല്ലാവരും വളരെ സന്തോഷിച്ചു. ഒരു പരിധിവരെ ഇപ്പൊ പോയവർ പറഞ്ഞത് ഇന്നലെ നടന്ന സാരംഗിയുടെ ഗാനമേളയേക്കാൾ ബെറ്റർ ആകുന്നതാണ്. എന്താണെന്നറിയില്ല, അത്ര വലിയൊരു അംഗീകാരമാണ് ഓക്കെ കൊടുക്കുന്നത്. സാറേ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക സൗണ്ടാണ് തെല്ലിക്കുള്ളിലെ സരിക സൗണ്ട്. അതിന്റെ ഓപ്പറേറ്റർ ഇന്നലെ നെടുങ്കണ്ടതായിരുന്നു. 99% എല്ലാ സൗണ്ടും വളരെ പ്രഗത്ഭരാണ്. അത് എന്റെ പ്രോഗ്രാമിനൊക്കെ വിജയിക്കുന്ന 90% ഈ സൗണ്ടാണ്. ഈ സൗണ്ടിന് ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നാളെ ചെല്ലുമ്പോഴും ഇതേ രീതിയിലുള്ള സൗണ്ടിന് നല്ല നല്ല പ്രഗത്ഭരായ സൗണ്ട് എഞ്ചിനീയർമാരാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഓരോ പ്രോഗ്രാമും വിജയിക്കുന്നത് അവരുടെ കയ്യൊപ്പാണ്. അവർക്കും നന്ദി രേഖപ്പെടുത്തി.